ഹലോ സൺഷൈൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അമ്മയാവാൻ ആഗ്രഹിക്കുന്ന എല്ലാ സ്ത്രീകളും എല്ലാ മാസത്തിലും അനുഭവിക്കുന്ന ഒരു ടെൻഷനുണ്ട്. ഈ പ്രാവശ്യമെങ്കിലും എനിക്ക് പ്രഗ്നൻ്റ് ആവാൻ പറ്റുമോ എന്നൊരു ചോദ്യമുണ്ട്. നിങ്ങളുടെ ശരീരത്തിൽ എന്തെങ്കിലും ഒരു മാറ്റം സംഭവിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുമ്പോൾ നിങ്ങൾ ആ പ്രതീക്ഷയിൽ ഉറച്ചു വിശ്വസിക്കും, അതെ, ഞാനൊരു അമ്മയാവാൻ പോവുകയാണ് എന്ന്. എന്നാൽ ആർത്തവം ആരംഭിക്കുന്നതോടുകൂടി നമുക്ക് ആ പ്രതീക്ഷ നശിച്ചു പോവുകയും എന്തെന്നില്ലാത്ത നഷ്ടബോധവും സങ്കടവും തോന്നുകയും ചെയ്യും. നിങ്ങളുടെ ഈ കൺഫ്യൂഷനെല്ലാം മാറ്റിത്തരുന്ന ഒരു ചെറിയൊരു ടോപ്പിക്കുമായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. അതിനു മുൻപായി എൻ്റെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായി കാണുകയാണെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണേ. പ്രഗ്നൻസിയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ആശയങ്ങളോ സംശയങ്ങളോ നിങ്ങൾക്കുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാവുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ദയവായി ഒരു ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടന്നാലോ. ഗർഭകാലത്തിൻ്റെ ആദ്യ സൂചനകളും പീരീഡ്സിന് തൊട്ട് മുമ്പുള്ള ലക്ഷണങ്ങളും പലപ്പോഴും നമ്മളെ വട്ടം കറക്കാറുണ്ട്. ഇതിനെ നമ്മൾ PMS പ്രീ മെൻസ്ട്രുവൽ സിൻഡ്രോം എന്നാണ് പറയാറുള്ളത്. ക്ഷീണം, വയറുവേദന, സ്ഥലങ്ങളിലെ കനം, മാനസികാവസ്ഥയിലുള്ള പെട്ടെന്നുള്ള മാറ്റങ്ങൾ, ചെറിയ രക്തസ്രാവം, ഇതെല്ലാം രണ്ടിനും പൊതുവായി കാണുന്ന ലക്ഷണങ്ങളാണ്. ഒരു സൂക്ഷ്മ പരിശോധനയിലൂടെ മാത്രമേ ഈ നിഗൂഢമായ സാമ്യങ്ങളിലേക്ക് നമുക്ക് വേർതിരിച്ച് അറിയാൻ സാധിക്കുകയുള്ളൂ. ഇനി എന്തൊക്കെയാണ് ഗർഭധാരണത്തിന് നിർണായകമായ സൂചനകൾ എന്ന് നോക്കാം. ആദ്യത്തേതാണ് മിസ്ഡ് പീരീഡ്. അതായത് നിങ്ങളുടെ പീരീഡ് സൈക്കിൾ കൃത്യമാണെങ്കിൽ ആർത്തവം ഒരു ദിവസം പോലും തെറ്റുന്നത് ഏറ്റവും ശക്തമായൊരു സൂചനയാണ്. അതായത് ഒരു ദിവസം പോലും നിങ്ങളുടെ പീരീഡ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാതെ കറക്റ്റ് ഡേറ്റിന് നടക്കുന്നവരാണെങ്കിൽ, അതിലൊരു ദിവസം മാറിപ്പോയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ പീരീഡ്സ് അല്ല, നിങ്ങൾക്ക് പ്രഗ്നൻ്റ് ആണ് എന്ന് തെളിയിക്കുന്നതിനൊരു സൂചനയാണ്. കഠിനമായ ക്ഷീണം, എത്ര ഉറങ്ങിയാലും മാറാത്ത ആലസ്യം, ശരീരം ഒരു പുതിയ ജീവനെ പോറ്റാൻ ഒരുങ്ങുമ്പോൾ ഹോർമോണുകളിൽ വരുന്ന മാറ്റങ്ങളാവാം ഇതിന് കാരണം. അതുപോലെ തന്നെയാണ് മോർണിംഗ് സിക്നസ്. അതായത് ഓക്കാനം, ഒരു പക്ഷേ രാവെന്നോ പകലെന്നോ ഇല്ലാതെ നിങ്ങൾ അസ്വസ്ഥമായേക്കാം. ചില മണങ്ങളുടെ രുചികളുടെയും പെട്ടെന്ന് വെറുപ്പ് തോന്നുകയും ചെയ്യും ഈ സമയത്ത്. അതുപോലെ സ്ഥലങ്ങളിലെ വേദന, അല്ലെങ്കിൽ മൃദുത്വം, അല്ലെങ്കിൽ മുഴക്കണ്ണുകൾക്ക് ചുറ്റുമുള്ള ഭാഗത്ത് കറുപ്പ് കൂടുകയോ വലുപ്പം വെക്കുകയോ ചെയ്യുന്നത് ഗർഭധാരണത്തിൻ്റെ വ്യക്തമായ അടയാളങ്ങളാണ്. അതുപോലെ തന്നെ ഇംപ്ലാന്റേഷൻ ബ്ലീഡിങ്, അതായത് പീരീഡ്സ് വരേണ്ട സമയത്ത് അതിന് തൊട്ട് മുൻപോ വളരെ നേരിയ പിങ്ക് അല്ലെങ്കിൽ ബ്രൗൺ നിറത്തിലുള്ള തുള്ളികളോ പാടുകളോ കാണുന്നത് ഗർഭത്തിൻ്റെ ഒരു റിയാക്ഷൻ തന്നെയാണ്. അതായത് ഗർഭധാരണത്തിൻ്റെ മറ്റൊരു സുപ്രധാന സൂചനയാണിത്. ഇത് സാധാരണ ആർത്തവ രക്തസ്രാവം പോലെയല്ല. ഇത് കുറഞ്ഞ അളവിലോ 1-2 ദിവസങ്ങൾ മാത്രമായി നിലനിൽക്കുന്ന ഒന്നാണ്. പിന്നെ ഈ സമയത്ത് കാണാറുള്ളതാണ് അമിതമായ മൂത്രശങ്ക. ഇടയ്ക്കിടെ മൂത്രമൊഴിക്കാൻ തോന്നും. പ്രത്യേകിച്ച് രാത്രി കാലങ്ങളിൽ ഗർഭധാരണത്തിൻ്റെ ഒരു സാധാരണ ലക്ഷണമാണ് ഇത്. മറ്റൊരു പ്രധാന ലക്ഷണമാണ് രുചികളോടുള്ള വെറുപ്പ്. അതായത് ചില ഭക്ഷണങ്ങളോട് അനങ്ങാത്ത ആഗ്രഹമോ അല്ലെങ്കിൽ ചില ഭക്ഷണങ്ങളോട് വളരെ വിരക്തി, അതായത് ഇഷ്ടപ്പെടാത്ത പോലെ തോന്നുകയോ ചെയ്യുന്നത്. ഇനി സാധാരണ PMSൽ കാണാറുള്ള ലക്ഷണങ്ങൾ നോക്കാം. പെട്ടെന്നുള്ള ദേഷ്യം, സങ്കടം, അസ്വസ്ഥതകൾ എന്നിവ PMSൻ്റെ ഭാഗമാണ്. എന്നാൽ ഇത് സാധാരണയായി ആർത്തവം തുടങ്ങുന്നതോടെ കുറയും. ആർത്തവത്തിന് തൊട്ട് മുമ്പും ആർത്തവ സമയത്തും സാധാരണയായി അനുഭവപ്പെടുന്ന വയറുവേദന, അത് PMSൻ്റെ ഒരു ലക്ഷണമാണ്. അതുപോലെ ശരീരത്തിൽ വെള്ളം കെട്ടി നിൽക്കുന്നത് കൊണ്ട് ഭാരം കൂടിയതായി തോന്നാം. മുഖത്തും ശരീരത്തിലും നേരിയ വീക്കവും അനുഭവപ്പെടാം. തലവേദന, മുഖക്കുരു, ക്ഷീണം, ഇതെല്ലാം PMSലും ഉണ്ടാവും. എന്നാൽ ഗർഭധാരണ സമയത്ത് ക്ഷീണം കുറച്ചും കൂടി കൂടുതലായിരിക്കും. അത് കുറച്ച് കാലത്തേക്ക് നീണ്ടു നിൽക്കുന്ന ക്ഷീണമായിരിക്കും. ആർത്തവ സമയത്ത് ഉണ്ടാകുന്ന ക്ഷീണം നമുക്ക് പെട്ടെന്ന് മാറുന്നതായിരിക്കും. അതായത് എന്തെങ്കിലും ഒരു സിംറ്റംസ് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ, അത് നിങ്ങളെ അസ്വസ്ഥരാക്കുന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു പ്രഗ്നൻസി കിറ്റ് ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത്. പീരീഡ്സ് തെറ്റി ഒരാഴ്ച കഴിഞ്ഞിട്ട് ഇത് ചെയ്യാവുന്നതാണ്. രാവിലെ ഉണരുമ്പോഴുള്ള ആദ്യത്തെ മൂത്രമാണ് ടെസ്റ്റ് ചെയ്യാൻ ഏറ്റവും ഉത്തമം. കാരണം അതിൽ HCG ഹോർമോണിൻ്റെ അളവ് കൂടുതലായിരിക്കും. ഒരു ഹോം ടെസ്റ്റിൽ സംശയമുണ്ടെങ്കിൽ, നെഗറ്റീവ് ആണെങ്കിലും ആർത്തവം വരാതെ ലക്ഷണങ്ങൾ തുടരുകയാണെങ്കിൽ ഒട്ടും മടിക്കാതെ ഒരു ഡോക്ടറെ സമീപിക്കുക. ഒരു ബ്ലഡ് ടെസ്റ്റിലൂടെയോ മറ്റ് പരിശോധനകളിലൂടെയോ ഡോക്ടർ കൃത്യമായി ഉത്തരം നൽകാൻ സാധിക്കും. നിങ്ങളുടെ ശരീരം നൽകുന്ന ഓരോ സൂചനയും വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്.